കേന്ദ്ര സർക്കാരിന്റെ കടൽ മണൽ ഖനനം പദ്ധതി കേരളത്തിന്റെ തീരമേഖലയിൽ വൻ തിരിച്ചടിയുണ്ടാക്കുമെന്ന് കൊച്ചി രൂപത വികാരി ജനറൽ മോൺസിനോർ ഷൈജു പരിയാത്തുശ്ശേരി. ആലപ്പുഴ കൊച്ചി രൂപത ജനജാഗ്രത സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തീരദേശ ബോധനയാത്രയും പ്രതിഷേധവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫോർട്ട് കൊച്ചി മുതൽ ആലപ്പുഴ വരെ നടത്തുന്ന തീരദേശ ബോധനയാത്രയും പ്രതിഷേധവും തിരുമുഖ തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ചാണ് കൊച്ചി രൂപത വികാരി ജനറൽ മോൺസിനോർ ഷൈജു പരിയാത്തുശ്ശേരി ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര സർക്കാരിന്റെ കടൽ മണൽ ഖനനം പദ്ധതി കേരളത്തിന്റെ തീരമേഖലയിൽ വൻ തിരിച്ചടിയുണ്ടാക്കുമെന്നും പദ്ധതി മൂലം ലക്ഷോപലക്ഷങ്ങളായ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം താറുമാറാകും പദ്ധതിയുടെ തീരുമാനം കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴ കൊച്ചി രൂപത ജനജാഗ്രത സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ആലപ്പുഴ രൂപത വികാരി ജനറൽ മോൺസിനോർ ജോയ് പുത്തൻവീട്ടിൽ യോഗത്തിൽ അധ്യക്ഷനായി. CRZ തീരദേശ ഹൈവേ തുടങ്ങിയ പദ്ധതികൾ കൊണ്ട് തീരദേശവാസികളെ കുടിയൊഴിപ്പിക്കുന്നതിന് പുറമെയാണ് കടൽ മണൽ ഖനനം എന്ന പദ്ധതി തീരത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്നും ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ സമഗ്രമായ അന്വേഷണവും പഠനവും അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. യാത്രയുടെ ക്യാപ്റ്റൻ സന്തോഷ് കൊടിയനാട്, ഫാദർ സേവ്യർ കുടിയാംശ്ശേരി, ഫാദർ പോൾ കൊച്ചിക്കാരൻ വീട്ടിൽ, ഫാദർ തോബിയാസ് തെക്കേ പാലക്കൻ, ഫാദർ ടോമി പനിക്കൽ, ഫാദർ ജോർജ് കിഴക്കേ വീട്ടിൽ, ഫാദർ സ്റ്റാൻലി പയസ്, ഫാദർ സാംസൺ ആനിലിപ്പറമ്പിൽ, ഫാദർ ജോസ് പ്രമോദ്, ഫാദർ ടോമി PMI, ഫാദർ സോളമൻ ചാരങ്ങാട്ട്, ഫാദർ ക്ലിഫൻ ഫെർണാണ്ടസ്, ഫാദർ സിബിച്ചൻ ചെറുതിയിൽ, ഫാദർ ആന്റണി ടോംപോൾ, ഫാദർ ജോൺസൺ പുത്തൻവീട്ടിൽ, ജോൺ ബ്രിട്ടോ, ജെയിൻ കുന്നേൽ, ക്ലീറ്റസ് പുന്നയ്ക്കൽ, ബിജു ജോസി, സോബി രാജു, തങ്കച്ചൻ ഈരശ്ശേരിൽ, പ്രദീപ് മാനാശ്ശേരി, സാബു വി തോമസ്, സെൻലോ പുന്നയ്ക്കൽ, കുഞ്ഞുമോൻ ചേനപ്പറമ്പിൽ, ഇമാനുവൽ ജോസഫ്, ഐസക് ജെയിംസ്, യേശുദാസ് ചാരങ്ങാട്ട് എന്നിവർ സംസാരിച്ചു. അതിന് നാം സ്വയം ബോധം ഉള്ളവരായി മാറണമെന്നും എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ ഇന്ന് ഈ ബോധനയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ബോധനയാത്ര ഞായറാഴ്ച ആലപ്പുഴ കടപ്പുറത്ത് സമാപിക്കുന്നതാണ്. നമ്മളുടെ പ്രതിഷേധവും ഈ കടൽ ഖനനത്തെ സംബന്ധിക്കുന്ന വ്യക്തമായ അറിവ് നാം സമ്പാദിക്കുക എന്നുള്ളത് ഒരു മുഖ്യമാണ്. കാരണം ഒരു വിഷയത്തെ കുറിച്ചുള്ള ആധികാരികമായ അറിവാണ് പ്രതിഷേധത്തിന്റെ ശക്തി. ബ്ലൂ ഇക്കോണമി എന്ന് പറയുന്ന പ്രോഗ്രാം കേന്ദ്ര ഗവൺമെന്റ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതാണ്. നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ശരിക്കും ഈ ബ്ലൂ ഇക്കോണമി തുടങ്ങുന്നത് ഇവിടെയുള്ള മത്സ്യസമ്പത്ത് വളർത്തിയെടുക്കുന്നതിനും ഈ നാടിന്റെ സുസ്ഥിരമായ ഡെവലപ്മെന്റിന് വേണ്ടിയും വളരെ ഭാവാത്മകമായ പോസിറ്റീവായിട്ടുള്ള കൺസെപ്റ്റോട് കൂടിയാണ് ഇത് ആരംഭിച്ചത്. പക്ഷെ വന്ന് അവസാനം ഇത് കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് വിൽക്കാൻ കൊടുക്കുകയാണ്. കടല് വിറ്റ് കഴിഞ്ഞാൽ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും എങ്ങനെ ജീവിക്കുമെന്നൊരു ഉത്തരവും പറയുന്നില്ല. അത് കടലിന്റെ ആവാസ വ്യവസ്ഥയെ തകർത്തത് കൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഈ കടലിന്റെ ഈ ഉദരം ഇങ്ങനെ പിളർക്കുന്ന ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടാകാൻ പോകുന്നത് പാരിസ്ഥിതികമായ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മുടെ കാലാവസ്ഥയെ ഗൗരവമായി ബാധിക്കും. നമ്മൾ 8 ചുഴലിക്കാറ്റ് നേരിട്ടെങ്കിൽ ഇനി അതിനപ്പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇതിന്റെ പഠനം മത്സ്യപ്രജനനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഈ കൊല്ലം പരപ്പ് എന്ന് പറയുന്നത്. അവിടെയാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. ഈ കൊല്ലം പരപ്പിൽ പ്രജനനം നടത്തപ്പെടുന്ന മത്സ്യങ്ങൾ ഈ പ്രദേശത്തുള്ള ആലപ്പുഴ കൊച്ചി മേഖലയിലുള്ളവരും അതുപോലെ തന്നെ കൊല്ലം തിരുവനന്തപുരം മേഖലയിലുള്ളവരും ഒക്കെ അനുഭവിക്കുന്നതാണ്. ഇപ്പോഴും ഞങ്ങൾ ഇങ്ങനെ വരുന്ന വഴിക്ക് മത്സ്യങ്ങൾ നിരത്തിയിട്ടിരിക്കുകയാണ് അതിരാവിലെ. എന്തിനാണ്? നമ്മുടെ എല്ലാവരുടെയും മേശകളിൽ, ഇവിടെ മത്സ്യത്തൊഴിലാളികൾ അല്ലാത്തവരുടെയും തീരദേശവാസികളുടെയും അല്ലാത്തവരുടെയും ഒക്കെ തീൻമേശയിൽ മത്സ്യം കൊടുക്കുന്ന വലിയ ഗൗരവമേറിയ ഉത്തരവാദിത്തമുള്ളവരാണ് മത്സ്യത്തൊഴിലാളികൾ. എന്ന് മാത്രമല്ല, വെറുതെ വിതയ്ക്കാതെ കൊയ്യുന്നവരല്ല, മറിച്ച് സ്വന്തം ജീവൻ വിതച്ചുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യം പിടിച്ചുകൊണ്ട് വരുന്നത്. നമ്മൾ 2003 നോക്കുമ്പോൾ അന്ന് മലപ്പുറത്തുള്ള മരുത്ത എന്ന് പറയുന്ന സ്ഥലത്ത് സ്വർണ്ണ നിക്ഷേപം ഉള്ളതായിട്ട് ഒരു പഠനം നടന്നു. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനായിട്ട് ജിയോളജിക്കൽ സർവേക്ക് സർക്കാർ അനുവദിച്ചത് 2 കോടിയാണ്. അങ്ങനെ അവർ പഠനം നടത്തി. അതിനോട് മൈനിങ്ങിനായിട്ട് ചെന്നപ്പോൾ സംസ്ഥാന വനം വകുപ്പ് അത് എതിർക്കുകയും അന്ന് അവർ പറഞ്ഞൊരു വാക്യമുണ്ട്, ഇന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അതാണ്. കാരണം അവർ പറഞ്ഞത് അവിടെ സ്വർണം ഉണ്ടാവാം, പക്ഷേ മൈനിങ് നടത്തി കഴിഞ്ഞാൽ അവിടെ പശ്ചിമഘട്ടത്തിൽ ഉണ്ടാവുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ പറയുന്ന സ്വർണം കൂട്ടിവെച്ചാൽ മതിയാവില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു കടൽ മണൽ ഖനനം നടത്തുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അത് ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല. ഇതിലൂടെ കിട്ടുന്ന ലാഭത്തിന്റെ 10 ഇരട്ടി വെച്ചാൽ പോലും
നമുക്ക് ഒരിക്കലും അത് പരിഹരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പദ്ധതിക്കെതിരായിട്ടുള്ള സർക്കാരിന്റെ ഈ ഒരു നടപടിക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം നമ്മൾ അറിയിക്കുകയാണ്. തുടർന്നും ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാത്ത പക്ഷം ഇനിയും പ്രതിഷേധ പരിപാടികളായിട്ട് നമ്മൾ ഇറങ്ങുമെന്ന് ആഹ്വാനം ചെയ്യുന്നു. ബോധനയാത്ര മാർച്ച് 23 ആലപ്പുഴയിൽ സമാപിക്കും. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.